ഒരു തവണ യാത്രയിലേ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി പോയപ്പോൾ ഈ വഴി, അതായത് കോഴിക്കോട് ബീച്ച് റോഡ് വഴി പോയപ്പോൾ അടിപൊളി ഒരു പായസം കുടിച്ചു. ആ കടയാണിത്. ആ കടയിലൊന്ന് കയറി നല്ലൊരു പായസം കുടിച്ചത്. ഇത് തന്നെയാണ് പായസം അന്ന് കുടിച്ചത്. ഇത് തന്നെയാണ്. അന്നൊരു ചാറ്റൽ മഴയുമുണ്ടായി, അന്നൊരു മഴയുമുണ്ടായി. അതായത് നല്ല ടേസ്റ്റ് തോന്നിച്ച്. അത് തന്നെയാണ്, സെയിമാണ്. വീട്ടിലാരൊക്കെ? പെൺമക്കളാ? ഒരു പെണ്ണ്, രണ്ടാണ്. മോളുടെ കല്യാണം കഴിഞ്ഞു? ഞാൻ കുട്ടികളെ രണ്ടാൾക്കും നോക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച്. പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഷംസീർ എന്നാണ് പേര്, കുറച്ചധികം വർഷമായിട്ട് പായസം കച്ചവടം ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. എവിടെ വീട്? എവിടെയാണ് തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് ഇപ്പം എത്ര ആളായി? 20 കൊല്ലം. വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്? മെച്ചമുണ്ടോ? അൽഹംദുലില്ലാ. പിന്നെ നല്ല പരിപ്പ് പായസവും ഉണ്ട് കേട്ടോ. പരിപ്പും സേമിയോ. വെറും 20 രൂപക്കാണ് ഈ ഒരു പായസം വിൽപ്പന നടത്തുന്നത്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഷംസീർക്ക് ഈ ഒരു കോഴിക്കോടിൻ്റെ തെരുവിലുണ്ട്, ബീച്ചിനോട് ചേർന്ന്. ഇത് വെച്ചിട്ടാണ് കുടുംബം പുലർത്തണത്. അപ്പോൾ എന്തായാലും ഇതുവഴി യാത്ര ചെയ്യണവർ ഷംസീർക്കാടെ പായസം കുടിച്ചിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ടാറ്റ.